കുഞ്ഞുങ്ങളെ നോക്കിക്കോളൂ. നമ്മൾ ഇനി അടുത്ത ഹെഡിങ് എഴുതിക്കോളൂ. കൺവേർജിങ് ആക്ഷൻ ഓഫ് കോൺവെക്സ് ലെൻസ്. എഴുതിക്കോളൂ, കൺവേർജിങ് ആക്ഷൻ ഓഫ് കോൺവെക്സ് ലെൻസ്. ഹെഡിങ് എഴുതാം, കൺവേർജിങ് ആക്ഷൻ ഓഫ് കോൺവെക്സ് ലെൻസ്. converging action of കോൺവെക്സ് ലെൻസ്. ഓക്കെ, എപ്പോഴും ആലോചിച്ചോണം, ലെൻസിന് കുറെ ഇമ്പോർട്ടന്റ് പാർട്ടുകളുണ്ട്. ആ പാർട്ടുകൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിരിക്കണം. ഇതാണ് അതിന്റെ ഇത് ലെൻസ്. ലെൻസിന്റെ നടുക്കൂടെ ഒരു ഇമാജിനറി ലൈൻ പോകുന്നുണ്ട്, അതിനെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കും. ഇവിടെയും അതിനൊരു അതിന്റെ കൃത്യം സെന്ററിനെ നമ്മൾ ഒപ്റ്റിക് സെന്റർ എന്ന് പറയും. ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെയും അവനൊരു ഫോക്കൽ പോയിന്റ് ഉണ്ടാവും. അതേപോലെ തന്നെ അതേ ഡിസ്റ്റൻസിൽ തന്നെ ഇപ്പുറത്തെ സൈഡിൽ അവനൊരു ഫോക്കൽ പോയിന്റ് ഉണ്ടാവും. ഈ ഫോക്കൽ പോയിന്റ് ഇരട്ടി, അതായത് ഇതേ ഡിസ്റ്റൻസ് O തൊട്ട് F വരെയുള്ള അതേ ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും. ഇവിടെ C എന്ന് പറയുന്ന പോയിന്റ്, C1 C2 എന്നൊക്കെ ഉണ്ട്. അത് ഞാൻ തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ. ഇതും C ആണ്, സെന്റർ ഓഫ് കർവേച്ചർ ആണ്. 1 ഉം 2 പിന്നെ മാർക്ക് ചെയ്യാം, പിന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം ലൈറ്റ് എന്താ സംഭവിക്കുന്നത്? നമ്മളിപ്പം പാരലൽ റേസ് ഇതുവഴി ഉണ്ടാവും. ഇങ്ങനെ വന്ന് പാരലൽ റേസ് ഇതേവഴി വന്നു കഴിഞ്ഞാൽ കൺവേർജിങ് ആക്ഷൻ ആണ് പഠിക്കുന്നത്. ഇതെല്ലാം കൂടെ കൺവേർജ് ചെയ്തിട്ട് ഈ പോയിന്റ് വന്നിട്ട് മീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ കൺവേർജിങ് ലെൻസ് എന്ന് വിളിക്കുന്നത്. കൺവേർജിങ് ലെൻസ് കണ്ടോ, ഫോക്കസിലാണ് വന്ന് മീറ്റ് ചെയ്യുന്നത്. എപ്പോഴും ആലോചിച്ചോണം, റേ ഡയഗ്രം വരയ്ക്കുമ്പോൾ ആരോ ഇട്ടോണം, റേ എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് കൃത്യമായിട്ട്. ഇതെല്ലാം വന്ന് മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിലായിരിക്കും. അടുത്തത് ഡൈവേർജിങ് ആക്ഷൻ ഓഫ് കോൺകേവ് ലെൻസ്. ഡൈവേർജിങ് ആക്ഷൻ ഓഫ് ഡൈവേർജിങ് ആക്ഷൻ ഓഫ് കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസ് ആണ് ഡൈവേർജിങ് ആക്ഷൻ ഓഫ് കോൺകേവ് ലെൻസ്. ഡൈവേർജിങ് ആക്ഷൻ ഓഫ് കോൺകേവ് ലെൻസിൽ നിങ്ങൾ എന്ത് വരയ്ക്കുക? ഇതേപോലെ തന്നെ ഒരു കോൺകേവ് ലെൻസ് വരയ്ക്കുക. കോൺകേവ് ലെൻസിന്റെ നടുക്കൂടെ കൃത്യം ഒരു ഇമാജിനറി ലൈൻ ആയിട്ടുള്ള പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. അതിന്റെ കൃത്യം സെന്ററിൽ ഒപ്റ്റിക് സെന്റർ വരയ്ക്കുക. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു 3 സെന്റിമീറ്റർ വല്ലതും എടുത്തിട്ട് ഒരു ഫോക്കൽ പോയിന്റ് വരയ്ക്കുക. അതിന്റെ ഇരട്ടി എടുത്തിട്ട് സെന്റർ ഓഫ് കർവേച്ചർ വരയ്ക്കുക. എന്തൊക്കെയാണ് പറഞ്ഞുതരാം. അതേപോലെ തന്നെ ഇപ്പുറത്തും F, ഇപ്പുറത്തും C. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ് റേസ് പാരലായിട്ട് വന്ന് വീഴുന്ന ലൈറ്റ് റേസ് നോക്കണം. പാരലായിട്ട് വന്ന് വീഴുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യത്തില്ല എന്നറിയോ? ഡൈവേർജ് ചെയ്യത്തില്ല, കൺവേർജ് ചെയ്യത്തില്ല. പകരം എന്ത് ചെയ്യുന്നറിയോ? ഡൈവേർജ് ചെയ്യും. അതായത് നമുക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും എങ്ങനെയാ പോകുന്നത്? ശരിക്കും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവാ. അതായത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോവാം. പക്ഷെ നമുക്ക് തോന്നുന്നത് എന്താ? ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നമുക്ക് പോകും. അതേപോലെ തന്നെ ഇതും ഇങ്ങനെ വന്നിട്ട് എങ്ങനെ പോവാ? ഇതും ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാ പോകുന്നത്. പക്ഷെ നമുക്ക് എന്ത് തോന്നും? നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ, ഇതും ഇവിടെ വന്നിട്ട് എങ്ങനെയാ പോകുന്നത്? ഇതും ഇവിടെ വന്നിട്ട് എങ്ങനെയാ പോകുന്നത്? ഇതും ഇവിടെ വന്നിട്ട് പോകുന്നത് ഇങ്ങനെയാണ് പോകുന്നത്. പക്ഷെ നമുക്ക് എങ്ങനെയാ തോന്നുന്നത്? നമുക്ക് തോന്നുന്നത് ഇവിടെ നിന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. ഇതും അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന പോലെ തോന്നും. നമുക്ക് തോന്നുന്നത് ഇവിടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പം അതിന്റെ ഇത് ഇടുക. ഇത് ഡൈവേർജ് ചെയ്തു, ഒരു പോയിന്റിൽ നിന്ന് ഡൈവേർജ് ചെയ്തു, മറ്റേത് ഒരു പോയിന്റിലേക്ക് വന്നു. അതിനെയാണ് കൺവേർജിങ് എന്ന് പറയുന്നത്. എപ്പോഴും ആ ഫോക്കസിന്റെ നേരെ വേണം വരയ്ക്കണ്ട. ഇങ്ങനെ സ്ട്രെയിറ്റ് ഇത് വേണം, കുഴപ്പമില്ല. വരയ്ക്കുമ്പോൾ ഇങ്ങനെ വേണം, കുഴപ്പമില്ല. ഓക്കെ, ഇത് ഇങ്ങനെ പോകുന്ന പോലെ ഇതിങ്ങനെ പച്ച ഇങ്ങനെ പോകും. അതാ ഫോക്കസ് ചെയ്ത് പോകുന്ന പോലെ വേണം, നേരെ വേണം വരയ്ക്കാൻ. മനസ്സിലായോ? അതുകൊണ്ട് ഇപ്പൊ ചരിഞ്ഞ് അങ്ങനൊന്നും അല്ല വരയ്ക്കുന്നത്. ഇവിടുന്ന് തന്നെ ഇങ്ങനെ പോകണം. കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കണ്ടോ ഇത് ഇങ്ങനെ പോകണം. അങ്ങനെ വേണം വരയ്ക്കാൻ. അല്ലാതെ ഇപ്പൊ നിങ്ങളൊക്കെ വരച്ചിരിക്കുന്നുണ്ട് ഇവിടുന്ന് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നത്. അങ്ങനല്ല വരയ്ക്കുന്നത്. നിങ്ങൾ ആദ്യം എന്ത് വരയ്ക്കണം? നിങ്ങൾ ഇവിടുന്ന് എല്ലാം ഇവിടെ കൊണ്ട് വരയ്ക്കണം. എന്നിട്ട് ഇവിടുന്ന് ഒരു വര നേരെ ഇടുക, ഇവിടുന്ന് ഒരു വര നേരെ ഇടുക, ഇവിടുന്ന് ഒരു നേരെ വര ഇടുക, ഇവിടുന്ന് ഒരു നേരെ, എന്നിട്ട് ഇത് ഡോട്ടഡ് ആക്കിയാൽ മതി.
ഇവിടം വരെ ഡോട്ടഡ് ആക്കണം. കാരണം അങ്ങനെ ഒരു സാധനം അവിടെ ഇല്ല. നമുക്ക് തോന്നുന്നത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും എങ്ങനെയാ പോകുന്നത്? ഇങ്ങനെ വന്നിട്ട് അതിന്റെ ഇവിടെ ഇങ്ങനെ പോകുന്നു, ഇതിങ്ങനെ വന്നിട്ട് അതിന്റെ ഇവിടെ ഇങ്ങനെ പോകുന്നു, ഇത് ഇങ്ങനെ വന്നിട്ട് തന്നെ ഇങ്ങനെ പോകുന്നു, ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ നടക്കുന്നുള്ളൂ. പക്ഷെ നമുക്ക് തോന്നുക ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അതാണ് എന്റെ ഡൈവേർജിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടെക്നിക്കൽ ടേംസ് റിലേറ്റഡ് ടു ലെൻസ്. ടെക്നിക്കൽ ടേംസ് റിലേറ്റഡ് ടു ലെൻസ്. Technical terms related to lens. അതിൽ ഒന്നാമത്തേത് സെന്റർ ഓഫ് കർവേച്ചർ ആണ്. സെന്റർ ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ശരിക്കും ഈ ലെൻസ് ഫോം ആയത് എങ്ങനെയാണെന്ന് അറിയോ? ഇങ്ങനെ ഒരു സ്പിയറും ഇങ്ങനെ ഒരു സ്പിയറും ഉണ്ടായിരുന്നു. ആ സ്പിയറിനെ അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് തന്നെ ഇങ്ങനെ എടുത്തത്. അപ്പൊ ഇങ്ങനെ ഒരു സ്പിയർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ സ്പിയറിന് ഒരു സെന്റർ കാണുമല്ലോ. ഇങ്ങനെ ഒരു സ്പിയർ ഉണ്ടായിരുന്നെങ്കിൽ അതിനും ഒരു സെന്റർ കാണുമല്ലോ, ഇല്ലേ? അപ്പൊ അങ്ങനെയാണ് ഈ ലെൻസിൽ രണ്ട് സെന്റർ ഓഫ് കർവേച്ചേഴ്സ് വന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് അത് വരയ്ക്കൊന്നും വേണ്ട, എന്നാലും ഞാൻ തന്നെ ഇങ്ങനെ എഴുതി കാണിക്കാം. ദ സെന്റർ ഓഫ് ആരോട് മനസ്സിലായോ എങ്ങനെ വന്നതെന്ന്? സെന്റർ മനസ്സിലായോ? ഓക്കെ. ദ സെന്റർ ഓഫ് the center of the sphere whose part is the lens surface is called center of curve. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാണല്ലോ, കോൺവെക്സ് ലെൻസ് രണ്ട് വരച്ചു കഴിഞ്ഞാൽ എപ്പോഴും അതിന്റെ 1 എടുക്കേണ്ടത് ഈ സൈഡിലും 2 എടുക്കേണ്ടത് ഈ സൈഡിലും. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് നേരെ തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സെന്റർ ഓഫ് കർവേച്ചർ എടുക്കുമ്പോൾ കറക്റ്റ് തന്നെ കൊടുത്തിരിക്കുന്നത്. കണ്ട ഇവിടെ കോൺവെക്സിന്റെ എപ്പോഴും ഞാൻ പറഞ്ഞത് കോൺവെക്സിന്റെ എപ്പോഴും 1 ഈ ഭാഗത്തും 2 ഈ ഭാഗത്തും എടുക്കേണ്ടത്. 1 അല്ല ഈ ഭാഗത്തും 2 അല്ല ഈ ഭാഗത്തും. കോൺകേവിന്റെ എടുക്കുന്ന സമയത്ത് 1 അല്ല ഈ ഭാഗത്തും 2 അല്ല ഈ ഭാഗത്തും. പക്ഷെ ഇത് വരയ്ക്കുമ്പോൾ അവർ കൃത്യമായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ അടുത്തത് വരയ്ക്കുമ്പോൾ അവരുടെ ഫോക്കൽ പോയിന്റ് ഒക്കെ വരയ്ക്കുമ്പോൾ അവർ നേരെ തിരിച്ചെടുത്തിരിക്കണം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് പോലെ തന്നെ പഠിക്കാം കേട്ടോ. അപ്പൊ ഇവിടെ അവർ വരച്ചിരിക്കുന്നുണ്ട്, ഇവിടെ ഇത് C1 സെന്റർ ഓഫ് കർവേച്ചർ 1 ആയിട്ടും ഇത് സെന്റർ ഓഫ് കർവേച്ചർ 2 ആയിട്ടും എടുത്തിരിക്കുന്നു. ഓക്കെ ആണല്ലോ? അതേപോലെ കോൺവെക്സ് വരയ്ക്കുമ്പോഴുള്ള സെന്റർ ഓഫ് കർവേച്ചർ കണ്ടോ? കോൺവെക്സ് വരയ്ക്കുമ്പോഴുള്ള സെന്റർ ഓഫ് കർവേച്ചറും ഓർത്തോണം, അതിന്റെ 1 എപ്പോഴും തന്നെ ഇവിടെ ആയിട്ട് എടുക്കുന്നത്. C1 C2. ഇതാണ് റിയൽ രീതി. ഇത് ഞങ്ങളുടെ ടെക്സ്റ്റിലെ ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. പക്ഷെ സെക്കൻഡ് പാർട്ടിൽ ഫോക്കൽ പോയിന്റ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് F1 ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്, F2 ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അത് ഇനി കുഴപ്പമില്ല, എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷെ ഇതാണ് റൈറ്റ് ആയിട്ടുള്ള രീതി കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പാർട്ടിൽ ഇങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് തുറന്ന് നോക്കിയാൽ മതി, കൺഫ്യൂഷൻ അടിക്കണ്ട. അടുത്ത റേഡിയസ് ഓഫ് കർവേച്ചർ. രണ്ടാമത്തേത് റേഡിയസ് ഓഫ് കർവേച്ചർ. എന്താണ് റേഡിയസ് ഓഫ് കർവേച്ചർ? റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുമ്പോൾ ദ റേഡിയസ് ഓഫ് ദ സ്പിയർ whose part is lens surface. ശരിയല്ലേ? ആ സ്പിയറിന്റെ നോക്കിയേ, ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കേ, ഇതാണ് രണ്ട് സ്പിയർ അല്ലേ? ഈ സ്പിയറിന്റെ ഒരു പാർട്ടാണ് ലെൻസിന്റെ ഈ സർഫസ്, ഈ സ്പിയറിന്റെ പാർട്ടാണ് ലെൻസിന്റെ ഈ സർഫസ്. അപ്പം ഈ ലെൻസിന്റെ സെന്റർ ആണ് വേണ്ടത്. അപ്പൊ ആ സെന്ററും ആ സർഫസ് തമ്മിലുള്ള ഈ ദൂരത്തെയാണ് അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഈ ലെൻസിന്റെ സെന്ററും ഈ സർഫസും തമ്മിലുള്ള ഈ ദൂരത്തെ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, നോക്കിക്കോളൂ. അത് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്നതിനെ നമ്മൾ R1 ആയിട്ടും
ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എടുക്കുന്ന റേഡിയസിനെ നമ്മൾ R2 ആയിട്ട് വിളിക്കുന്നു. ഇതാണ് ശരിക്കുള്ള രീതി. പക്ഷെ ഇങ്ങനെയല്ല നിങ്ങളുടെ അതിനകത്ത് ഇപ്പൊ ഇത് വരയ്ക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ഫോക്കൽ പോയിന്റ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫോക്കൽ പോയിന്റ് സെക്കൻഡ് ഫോക്കൽ പോയിന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എടുത്തിരിക്കുന്നത്. നിങ്ങൾ ടെക്സ്റ്റിനകത്ത് അങ്ങനെയാണ് പഠിച്ചാൽ ഓക്കെ ആണല്ലോ. കോൺവെക്സിന്റെ വരുന്ന സമയത്ത് റഫായിട്ട് വരച്ചാൽ മതി കേട്ടോ. കോൺവെക്സിന്റെ വരുന്ന സമയത്ത് അല്ല കോൺകേവിന്റെ വരുന്ന സമയത്ത് ഇതേണ്ട ഇവിടെ ഒന്ന് ഇങ്ങോട്ട് എടുക്കണ്ട. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ട ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന റേഡിയസ് ആണ് അവിടെ R1. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന റേഡിയസ് ആണ് അവിടെ നിന്ന് R2. അത് ആ പോയിന്റ് അല്ല ഈ പോയിന്റ് സെന്റർ ഓഫ് കർവേച്ചർ ആ ഇത് C2 ആ, ഇത് C1 ആണ്. ഇവര് തമ്മിലുള്ള സെന്റർ ഓഫ് തമ്മിൽ ദൂരത്തിനെയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. പോയിന്റ് അല്ല ഒരിക്കലും. അതായത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ സെന്റർ തൊട്ട് പോൾ വരെയുള്ള എന്താണ് സെന്റർ ഓഫ് കർവേച്ചർ വരെയുള്ള ദൂരം മനസ്സിലായോ? ഒപ്റ്റിക്കൽ സെന്റർ ഇവിടെ വരുന്നത്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസിന് ചെറിയൊരു വേരിയേഷൻ വരും. നോക്കിയേ, ഒപ്റ്റിക്കൽ സെന്റർ ഇവിടെ ആണ്, പക്ഷെ ഇത്രയും അത് നെഗ്ലക്ട് ചെയ്യാവുന്ന ഡിസ്റ്റൻസ് ആണ്. ലെൻസ് വളരെ തിന്നല്ലേ, പിന്നെ നമുക്ക് നെഗ്ലക്ട് ചെയ്തോളാം. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് പ്രിൻസിപ്പൽ ആക്സിസ്. ഇമാജിനറി ലൈൻ ഒരു imaginary line passing through optic center of the lens. അല്ലെങ്കിൽ it is the line joining two center of curvatures of lens നൽകിയാലും കുഴപ്പമില്ല. ഓക്കെ ആണോ? അടുത്തത് നാലാമത്തേത് ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്റർ എന്ന് പറയുമ്പോഴത്തേക്കും it is the point on the principal axis such that a ray of light directed towards this point emerges parallel to direction of incidence. സാറേ ഫോർത്ത് വൺ ഒന്ന് കാണിക്കാൻ പറ്റും?
ഓക്കെ, ഇനിയും എഴുതേണ്ട എന്താണെന്നറിയാമോ? ഇനിയും നമ്മൾ ഈ ഒപ്റ്റിക് സെന്ററിന്റെ പ്രത്യേകത, ഒപ്റ്റിക് സെന്റർ നമ്മൾ വരച്ചില്ല, ഒപ്റ്റിക് സെന്ററിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നോക്കിയോ, അതൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാം. ഇവിടെ നോക്കിയോ, ഇവിടെ നോക്കിയിട്ട് വരയ്ക്കണേ. നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് ഇങ്ങനെ എടുക്കുകയാണ്. കേട്ടില്ല? ഒപ്റ്റിക് സെന്ററിന്റെ ലാസ്റ്റ് പോർഷൻ ഒന്ന് കാണിക്കാമോ? കാണിക്കാം. ഡയറക്ഷൻ ഏതാ 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 കുഞ്ഞേ? ഡയറക്ഷൻ കഴിഞ്ഞിട്ട് കേട്ടില്ല, ഇപ്പുറത്താണോ? ഡയറക്ഷൻ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ സർ. ഓക്കെ, അപ്പം ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഒപ്റ്റിക് സെന്ററിന്റെ ഒരു പടം വരച്ച് കാണിക്കാന്ന്. ഒപ്റ്റിക് സെന്ററിന്റെ പടത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നോക്കിയോ, ഇതാണ് ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്ററിന്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒപ്റ്റിക് സെന്ററിലോട്ട് ഇപ്പം ഇതൊരു ഒരു 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 ലൈറ്റ് റേ ഇങ്ങനെ വീഴുക. പടം വരയ്ക്കല്ലേ, ഞാൻ പറഞ്ഞിട്ടേ വരയ്ക്കാം. ഇതെന്ത് സംഭവിക്കും? ഇതിന് റിഫ്രാക്ഷൻ സംഭവിച്ചിട്ട് ഇതുവഴി ഇതിന് ഇങ്ങനെ പോകും, ഇങ്ങനെ പോകും. ഓക്കെ, ഇവിടെ വന്ന് വീഴും. ഇതെന്ത് ചെയ്യും? ഇതിങ്ങനെ എമർജ് ചെയ്ത് അത്രയും പറ്റില്ല, ഇതുവഴി തന്നെ ഇങ്ങനെ വരുന്നു. കണ്ടോ, ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് വീഴുന്നു. എന്നിട്ട് ഈ വന്ന് വീഴുന്ന ഇൻസിഡന്റ് റേക്ക് തന്നെ ഇങ്ങനെ പാരലായിട്ട് പോകും. അതായത് ഇങ്ങനെയല്ല, ഇങ്ങനെ. ഓക്കെ, വരയ്ക്കല്ലേ, ഇങ്ങനെ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അത് ഒപ്റ്റിക് സെന്ററിലൂടെ പോയില്ലല്ലോ എന്ന് ചോദിക്കും, അല്ലേ? പക്ഷെ അത് ലെൻസ് വളരെ തിൻ ആയതുകൊണ്ട് ഈ ചെറിയ ഡിസ്റ്റൻസ് എന്താ കാര്യമല്ല. ശരിക്കും അത് അതിനകത്തൂടെ പോയ പോലെ തന്നെയാണ് എടുക്കുന്നത്. ശരിക്കും എങ്ങനെ പോകുന്നതെന്നറിയോ? ഒപ്റ്റിക് സെന്ററിൽ കൂടെ ഒരു ലൈറ്റർ പോയി കഴിഞ്ഞാൽ എമർജ് ചെയ്യുമ്പോൾ കൃത്യം നേരെ തന്നെ വരും. അതായത് അത് വിൽ പാസ് അൺഡിവിയേറ്റഡ്. അപ്പൊ തന്നെ ഇങ്ങനെയാണ് വരുന്നത് ശരിക്കുള്ള പടം. അതായത് വരയ്ക്കില്ലെന്ന് പറഞ്ഞത്. നമുക്ക് വേണം ആ പടത്തിന് തിൻ ലെൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ പടത്തിന് ഇങ്ങനെ വരയ്ക്കാം. ഒരു ഇൻസിഡന്റ് റേ ഇങ്ങനെ വരുന്നു. അടുത്തത് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഇതാണ് ഒപ്റ്റിക് സെന്ററിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഒന്ന് വരച്ചിട്ടേ. ഓക്കെ, ഇവിടെ നോക്കിയോ, നമ്മൾ ഇനിയും പറയാൻ പോകുന്നത് പ്രിൻസിപ്പൽ ഫോക്കസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോളൂ, പ്രിൻസിപ്പൽ ഫോക്കസ് ഹെഡിങ് എഴുതിയോ, പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്നോ അല്ലെ ഒപ്റ്റിക് സെന്റർ എന്താണെന്നോ ഒന്നും ചോദിക്കത്തില്ല പരീക്ഷ. പടം വരയ്ക്കാൻ എനിക്ക് ചോദിക്കത്തില്ല. പിന്നെ നമ്മൾ ഇതൊക്കെ പഠിപ്പിക്കുക കേട്ടോ. അപ്പം എ ലൈറ്റ് റേ എഴുതിക്കോ, എ ലൈറ്റ് റേ can enter a lens from either side ഇല്ലേ? ശരിയല്ലേ? രണ്ട് സൈഡിൽ നിന്ന് എൻ്റർ ചെയ്യത്തില്ലയോ? ഇവിടുന്ന് ഇങ്ങോട്ടും
നമ്മൾ എപ്പോഴും റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ റേ ഡയഗ്രാമിന്റെ നിയമം അനുസരിച്ച് എപ്പോഴും ഒബ്ജക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ലൈറ്റ് റേ ഇങ്ങോട്ടേക്ക് പോകുന്ന രീതിയിലേ വരയ്ക്കത്തുള്ളൂ എന്നൊരു നിയമമാണ്. പക്ഷെ ലൈറ്റ് അങ്ങനെ പോകത്തുള്ളൂ എന്നൊരു നിയമമുണ്ടോ? ലൈറ്റ് അവിടെ നിന്ന് വേണമെങ്കിൽ ഇങ്ങോട്ടും വരത്തില്ലയോ? ഇല്ലേ? അപ്പം അതുകൊണ്ടാണ് അവിടെ രണ്ട് കൺസെപ്റ്റ് പോസിബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, either side. Therefore a lens has two principal focus. Principal focus. Alio? On either side of the lens. Either side of the lens. ഒരു ഡോട്ട് ഇട്ടിട്ട് ഫസ്റ്റ് ഫോക്കൽ പോയിന്റ് ഫസ്റ്റ് ഫോക്കൽ പോയിന്റ് ഫസ്റ്റ് ഫോക്കൽ പോയിന്റ്. ഓക്കെ, for a convex lens, the first focal point is a point on the principal axis such that ray coming from it after refraction through lens becomes parallel to the principal axis. ഓക്കെ, അതായത് രണ്ട് ഇങ്ങനെ ആയിരിക്കും അതിരിക്കുന്നത്. കോൺവെക്സിന്റെ തന്നെ ഇങ്ങനെ ആയിരിക്കും കണ്ടോ? ഇതാണ് അവർ F1 ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഇവിടെ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു? ഈ പോയിന്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് റിഫ്രാക്ഷൻ കഴിഞ്ഞ് ഇതിന് പാരലൽ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ നിങ്ങൾ F1 ആയിട്ട് ഫസ്റ്റ് ഫോക്കൽ പോയിന്റ് ആയിട്ട് എടുക്കും. ഓക്കെ, കോൺകേവിന്റെ ആണെങ്കിലോ, കോൺകേവിൻ്റെത് ഞാൻ എന്ത് ചെയ്യുന്നില്ല, കോൺകേവിന്റെ എഴുതിക്കും. ഫോർ എ ഒരു ഡോട്ട് ഇട്ട് ഫോർ എ concave lens the first focal point is a point on the principal axis of the lens such that the incident ray of light appearing incident ray of light appearing to meet at it after refraction from the lens becomes parallel to for a concave lens, the first focal point is a point on the principal axis of a lens such that incident ray of light appearing to meet at it after refraction from the lens becomes parallel to principal axis. അതായത് ഇങ്ങനെ നോക്കിക്കോളൂ. ഇങ്ങനെ ഒരു കോൺകേവ് ലെൻസ് വരച്ചു. ഓക്കെ, ഇതിന്റെ ഫോക്കൽ F1 ഇവിടെയാണ്. ഓക്കെ, ഇതിന് നേരെ ഒരു ലൈറ്റ് റേ കണ്ട് ഇങ്ങനെ വരുവാണ്. ഇതിന് നേരെ ഒരു ലൈറ്റ് റേ ഇങ്ങനെ വരുവാണ്. ഓക്കെ,
അപ്പിയേഴ്സ് ടു മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഇതിന് നേരെ വരുവാന്ന്, പക്ഷെ നേരെ പോകും, ഇതുവഴി കടന്നിങ്ങനെ പോകും, ഇതുവഴി പോകും, ഇല്ല കൺവേർജിങ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യും, ഇത് ഇവിടം വരെ വന്ന് ഇവിടം വരെ വന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ പാരലൽ ഇവിടം വരെ വന്ന്, പക്ഷെ ഇത് നമ്മൾ ഇതിന് നേരെ വന്നുകൊണ്ട് നമ്മൾ തന്നെ ഇങ്ങനെ കണ്ടു. അത് അപ്പിയേഴ്സ് ടു മീറ്റ്, അത് റിയൽ ആയിട്ട് അവിടെ നടക്കുന്ന സാധനമല്ല. അതാണ് അവിടുത്തെ F1 ആയിട്ട് എടുക്കുക. വരയ്ക്കടേ. ഏതായിരുന്നു ആ എഴുതിയതും കൂടെ ഒന്ന് കേട്ടില്ല. ആ എഴുതിയതും കൂടെ ഒന്ന് കാണിക്കാനായിരുന്നു സാർ. ഇതല്ലേ, അവർ ഇങ്ങോട്ട് വരുമെന്ന് 9:50 ഓക്കെ സാർ. ഓക്കെ. അടുത്തത് സെക്കൻഡ് ഫോക്കൽ പോയിന്റ് എന്ന് എഴുതിക്കോ. സെക്കൻഡ് ഫോക്കൽ പോയിന്റ് for a convex lens, second focal point is a point on the principal axis, principal axis of the lens such that the ray of light incident parallel to the principal axis after refraction pass through അങ്ങനെയാണെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ ഇതൊരു ഇങ്ങനെ ഒരു ലെൻസ് ഇതിങ്ങനെ ഒരു എന്താ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുന്നു. പ്രിൻസിപ്പൽ ആക്സിസ് ഇതിന്റെ ഫോക്കൽ പോയിന്റ് എന്താണെന്ന് പറഞ്ഞത്, ഇതിന്റെ F2 എന്ന് പറയുമ്പോൾ ഇവിടെ ആണെന്ന് പറഞ്ഞത് കണ്ടോ, ഈ സൈഡിൽ F2. അതെന്താ F2 ന്റെ പ്രത്യേകത എന്താ, പാരലായിട്ട് വരുന്ന ലൈറ്റ് റേസ് എല്ലാം റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ട് അതുവഴിയാണ് പാസ് ചെയ്യുന്നത് കോൺവെക്സ് ലെൻസിന്റെ കേസ്. അതുകൊണ്ടാണ് അത് F2 ആയതെന്നാണ് പറയുന്നത്. ശരിക്കും F1 F2 നേരെ തിരിഞ്ഞാ പറയുന്നത് ശരിക്കുള്ള കേസിൽ. പക്ഷെ ഇവിടെ നിങ്ങൾ കുഴപ്പമില്ല, ഇങ്ങനെ പഠിച്ചു. അടുത്തത് for a concave lens second focal point is a point on the principal axis of the lens such that the ray of light incident parallel to the principal axis
after a refraction from lens appears to be diverging from this point. അതായത് ഞാൻ ഇങ്ങനെ എഴുതും. ഇവിടുത്തെ F2 ഇവിടെയാണ്. അപ്പം ഇത് ഇങ്ങനെ പോകുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു, ഇതിങ്ങനെ വരുന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നു. പക്ഷെ നമുക്ക് തോന്നുന്നത് എന്താ, ഇവിടെ നിന്ന് പോകുന്ന പോലെ ആ പോകുന്ന പോയിന്റ് ആണ്. ഇത് പരീക്ഷയ്ക്ക് എന്താണ്, ഇതൊന്നും ചോദിക്കത്തില്ല. ഡെഫിനിഷൻ വാട്ട് ഈസ് ഫസ്റ്റ് ഫോക്കൽ പോയിന്റ്, സെക്കൻഡ് ഫോക്കൽ പോയിന്റ് ഒന്നും ചോദിക്കത്തില്ല. പകരം എന്താ ചോദിക്കുന്നത്, റേ ഡയഗ്രാം ഒക്കെ വരയ്ക്കാനേ ചോദിക്കുള്ളൂ കേട്ടോ. റേ ഡയഗ്രാം എല്ലാം അങ്ങോട്ട് തിരിച്ചറിയും. ഓക്കെ, അപ്പൊ സിംപ്ലി പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. എന്താ പറയണ്ടേ, കോൺവെക്സ് ആണെങ്കിൽ ഇവിടെ F1 വരയ്ക്കുക, ഇവിടെ F2 വരയ്ക്കുക ആണോ. കോൺകേവ് ആണെങ്കിൽ ഇവിടെ F1 വരയ്ക്കുക, ഇവിടെ F2 വരയ്ക്കുക. ഇത്രേ ഉള്ളൂ. ഇത്ര ഓർത്ത് വെച്ചാൽ വേറെ ഒന്നും ഓർത്ത് വെക്കണമെന്നല്ല. പിന്നെ ഒരു കാര്യം കൂടെ ആലോചിച്ചോണം, ഈ ഒപ്റ്റിക് സെന്റർ തൊട്ട് ഈ ഫോക്കസ് വരെയുള്ള ഈ ദൂരത്തിന് നമ്മൾ ഫോക്കൽ ലെങ്ത് എന്നാ പറയുന്നത്. ഫോക്കൽ ലെങ്ത് എന്ന് പറയും. എപ്പോഴും കോൺവെക്സിന്റെ ഈ സൈഡിലോട്ടുള്ള ഫോക്കൽ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ സൈഡിലോട്ടുള്ള ഫോക്കൽ ലെങ്ത് സെയിം തന്നെയാണ്, പക്ഷെ എടുക്കുന്നത് ഈ സൈഡിലോട്ടുള്ള. കോൺകേവിന്റെ ഈ സൈഡിലോട്ടുള്ള ഫോക്കൽ ലെങ്ത് ആയിട്ട് ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് ആണ്. അതിനെ സ്മോൾ F1 എന്നും സ്മോൾ F2 എന്നുമാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതും കൂടെ എഴുതിയിട്ടുണ്ട്. അതോടെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ചിട്ട് ഫോക്കൽ ലെങ്ത് എന്താണെന്നുള്ള കാര്യം എഴുതിയിട്ടാണ്. ഇങ്ങനെ നിൽക്കട്ടെ.